കോർപ്പറേഷൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോണ ടോപ്പിക് മെമ്പേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. വി ഹാവ് സീൻ ദാറ്റ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓർ ഇറ്റ് ഈസ് എ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സൺസ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓർഗനൈസ് ചെയ്യുന്നതാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയില് മെമ്പേഴ്സ് ആവണമെങ്കിൽ അവർക്ക് ചില പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചില പ്രധാനപ്പെട്ട റെസ്ട്രിക്ഷൻസ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലും എല്ലാ ആളുകൾക്കും എല്ലാ സമയത്തും പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല. മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ചില പ്രധാനപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. സബ്ജക്ട് ടു സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് in the Kerala Cooperative Societies Act of 1969, a person can become the member of a cooperative society. ഒരാളുടെ ഫ്രീ ചോയ്സ് ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളെ കമ്പൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഫോഴ്സ് ചെയ്തിട്ടോ അല്ല ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ എല്ലാ ആൾക്കാർക്കും എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലും എല്ലാ സമയത്തും പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല. മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂളിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ആർക്കൊക്കെ മെമ്പേഴ്സ് ആവുക, ഏതൊക്കെ സമയത്ത് മെമ്പേഴ്സ് ആവുക, ആർക്കുള്ള മെമ്പർഷിപ്പ് എങ്ങനെ ക്യാൻസൽ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രൊവിഷൻസ് ആണ് ഇനി നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോണത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 15 വരെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ സെക്ഷൻ 15 പറഞ്ഞത്. ഇനി സെക്ഷൻ 16 പറയുന്നത് ഹു ക്യാൻ ബിക്കം എ മെമ്പർ ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്കൊക്കെയാണ് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അവകാശമുള്ളത് എന്നാണ് പറയുന്നത്. 5 ഡിഫറെന്റ് ടൈപ്പിലുള്ള മെമ്പർഷിപ്പാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുള്ളത്. 5 ഡിഫറെന്റ് ക്ലാസസ് ഓഫ് മെമ്പർഷിപ്പ് ആർ ദർ in case of a cooperative society. The first one is an individual. ഏതപ്പോ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പോലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫോം ചെയ്യുമ്പോൾ ദ മെമ്പേഴ്സ് ഓർഡിനറിലി ബിക്കം ദി ഇൻഡിവിജ്വൽ പേഴ്സൺസ്. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ആൻഡ് സെക്കൻഡ്ലി എനി അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ പറയുന്ന സെൻട്രൽ സൊസൈറ്റികളിലും അപ്പെക്സ് സൊസൈറ്റികളിലും മെമ്പേഴ്സ് എന്ന് പറയുന്നത് അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിരിക്കും. സോ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പ് ഈസ് അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പ് ഈസ് ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞു അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഗവൺമെന്റ് വിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബിക്കം ദി മെമ്പേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പറാണ്. നെക്സ്റ്റ് ഈസ് ദ ലോക്കൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണത്തില് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങളെ പുരോഗതിപ്പെടുത്തുന്നതിനും വേണ്ടി സഹായിക്കാം. അതിനു വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം. അതാണ് 4ാമത്തെ ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദ 5th ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പ് ഈസ് എനി അതർ ബോഡി കോർപ്പറേറ്റ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അതേപോലെ തന്നെ എന്താ പറയാ പാർട്ണർഷിപ്പ് ഓർഗനൈസേഷൻസ്, ക്ലബ്ബ്, അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഏത് ഓർഗനൈസേഷൻസിനും ആണെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ 5 ടൈപ്പിലുള്ള മെമ്പർഷിപ്പാണ് സെക്ഷൻ 16 അനുസരിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പെർമിറ്റ് ചെയ്യുന്നത്. വൺ ഈസ് ഇൻഡിവിജ്വൽ, second one is other cooperative societies, third one is government,
Fourth one is local organizations like panchayat, municipality, corporations, etc. And finally, any body of associations or any body of organizations constituted according to any law prevailing in our country. Appa individuals, other cooperative societies, government, local government organizations and body of persons constituted according to any particular laws and regulations can be considered as a member of a cooperative society. നീ ഞാൻ പറഞ്ഞു എല്ലാ ആൾക്കാർക്കും എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലും പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കില്ല. അതിൽ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിൽ പറയുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് any society formed for the promotion of the economic interest of members through the specified activities. ഇപ്പൊ ഒരു സംഘം ഏതെങ്കിലും ഒരു പ്രത്യേക സാമ്പത്തികമായിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയിട്ടാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ താല്പര്യത്തോട് കോറിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ എ മണി ലെൻഡർ നീഡ് നോട്ട് ബി പ്രൊവൈഡഡ് വിത്ത് എ മെമ്പർഷിപ്പ് ഇൻ എ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അംഗങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ മണി ലെൻഡറുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അയാളുടെ സ്വന്തം കീശ ഉയർപ്പിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ബൈ എ മണി ലെൻഡർ നീഡ് നോട്ട് ബി പ്രൊവൈഡഡ് വിത്ത് എ മെമ്പർഷിപ്പ് ഇൻ എ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഒന്നാമത്തെ റെസ്ട്രിക്ഷൻ പറഞ്ഞത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഫോം ചെയ്തതാണെങ്കിൽ അതുമായിട്ട് താതാത്മ്യപ്പെടുന്ന അല്ലെങ്കിൽ അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് if a cooperative society is exclusively constituted for the purpose of undertaking a specified activity, the persons belonging to that particular section only can be provided with membership. ഇപ്പൊ ചില പ്രത്യേക ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടി മാത്രം രൂപീകരിക്കപ്പെടുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ആ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മളുടെ പെരിന്തൽമണ്ണ താലൂക്ക് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്നതിൽ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് എത്ര കേമനാണ് പറഞ്ഞാലും വന്നിട്ട് മെമ്പർഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ ബൈലോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനി ഗ്രാജുവേറ്റ് റിസൈഡിംഗ് വിത്തിൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓൺലി ക്യാൻ ബി പ്രൊവൈഡഡ് വിത്ത് മെമ്പർഷിപ്പ്. ഗ്രാജുവേഷൻ മിനിമം ഗ്രാജുവേഷൻ എങ്കിലും ഉള്ള ആളുകളായിരിക്കണം. അതേപോലെ തന്നെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അധികാര പരിധിയിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ബൈലോയില് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇതില്ലാത്ത ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികള്, പ്രിന്റിംഗ് പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രത്യേക ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് രൂപീകരിക്കപ്പെടുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളില് ആ വർക്ക് സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരുടെ ബൈലോയിൽ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഈ കോഫി ബോർഡ്, റബ്ബർ ബോർഡ് തുടങ്ങിയിട്ടുള്ള ചില പ്രത്യേക ഓർഗനൈസേഷൻസ് ഉണ്ട്. ആ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. അപ്പൊ ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 3 റെസ്ട്രിക്ഷൻ ആണ് പറഞ്ഞത്. ഒരു സംഘത്തിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് എന്താണോ അതുമായിട്ട് താതാത്മ്യപ്പെട്ടു പോകുന്ന ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് പറഞ്ഞു ഏതെങ്കിലും ഒരു പ്രത്യേക ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ആ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ബൈലോയിൽ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്ക് ഉള്ളിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
സാധിക്കുള്ളൂ. ഇനി സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഇൻഡസ്ട്രി രൂപത്തിൽ രൂപീകരിക്കുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലെ വർക്ക് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സെക്ഷൻ 16 അനുസരിച്ച് മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഹോസ്പിറ്റൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻസിന് ഈ പറയുന്ന റെസ്ട്രിക്ഷൻസിന് വിധേയമായിട്ട് മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുക. അപ്പൊ ഹോസ്പിറ്റൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ പല ക്ലാസ്സിലുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. എ ക്ലാസ് മെമ്പേഴ്സ്, ബി ക്ലാസ് മെമ്പേഴ്സ്, സി ക്ലാസ് മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറിയിലുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. അതിൽ എ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ബി ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാർ, സി ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നോമിനൽ മെമ്പേഴ്സ്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള മെമ്പർഷിപ്പ് ഏതെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാത് ക്ലാസ്സുകളിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള ആളുകൾക്ക് എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് മെമ്പർഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 16 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇനി സെക്ഷൻ 16 റൂൾ 16 and 17. സെക്ഷൻ 16 റൂൾ 16 and 17 ആണ് ഇനി നമ്മൾ പറയാൻ പോണത്. ക്വാളിഫിക്കേഷൻ ഫോർ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ്. ഞാൻ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലും മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇനി മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ്, ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മെമ്പേഴ്സായിട്ട് തുടരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ആണ് അക്കോർഡിംഗ് ടു സെക്ഷൻ 16 റൂൾ 16 and 17 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതില് ഒന്നാമത്തെ കാര്യം പറയുന്നത് he must have attained the age of majority. 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി സ്കൂൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികള്, കോളേജ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികള് തുടങ്ങിയിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഈ പറയുന്ന പ്രൊവിഷനിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാവും. അവര് 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തവരൊന്നും ആയിരിക്കില്ല. അത് ഒരു കാരണവശാലും ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. അതല്ലാതെ വരുന്ന ജനറൽ കാറ്റഗറിയിൽ വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും 18 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്നാമത്തെ പ്രൊവിഷൻ. ഇനി രണ്ടാമത്തെ പ്രൊവിഷൻ പറയുന്നത് ഹി മസ്റ്റ് ബി എ സൗണ്ട് മൈൻഡഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാനായിട്ട് സാധിക്കില്ല. റാഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻസ് എടുക്കാനുമുള്ള ബുദ്ധി സാമർഥ്യം ഉള്ള ആളുകൾക്ക് മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആവാനായിട്ട് സാധിക്കുള്ളൂ. ഹി മസ്റ്റ് ബി എ സൗണ്ട് മൈൻഡഡ് പേഴ്സൺ. ഇനി മൂന്നാമത് പറയുന്നത് ഹി മസ്റ്റ് ബി എ റെസിഡന്റ് within the area of operation of the cooperative society or should have permanent employment within the area of operation of the cooperative society or should have a property in his own name within the area of operation of the cooperative society. മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ അയാള് ആ സംഘത്തിന്റെ അധികാര പരിധിയിൽ സ്ഥിര താമസക്കാരനായിരിക്കണം. ഏത് സംഘത്തിൽ നിന്നാണ് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ സംഘത്തിന്റെ അധികാര പരിധിയിൽ സ്ഥിര താമസക്കാരനായിട്ടുള്ള ഒരാളായിരിക്കണം. ഇനി അതല്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ അല്ലാത്ത ജോലി ഈ സംഘത്തിന്റെ അധികാര പരിധിയിൽ ചെയ്യുന്ന ആളായിരിക്കണം. അപ്പൊ ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ ട്രാൻസ്ഫർ വരും. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ കിട്ടുന്ന ഒരാൾക്ക് അയാൾ അപ്പൊ ചെയ്യുന്ന ജോലിയുടെ ഒരു അഡ്രസ്സ് വെച്ചിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയില്ല. ട്രാൻസ്ഫറബിൾ അല്ലാത്ത ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുക്കാം. ഇനി അതല്ല എങ്കിൽ ഒരാളുടെ സ്വന്തം പേരിൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അധികാര പരിധിയിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പൊ ഒന്നെങ്കിൽ
ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നാണ് ഒരാൾ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അയാൾ ആ സംഘത്തിന്റെ അധികാര പരിധിയിൽ സ്ഥിര താമസക്കാരനായിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ട്രാൻസ്ഫറബിൾ അല്ലാത്ത എംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കണം, അതല്ല എങ്കിൽ അയാളുടെ സ്വന്തം പേരിൽ ഈ സംഘത്തിന്റെ അധികാര പരിധിയിൽ പ്രോപ്പർട്ടി ഉണ്ടാവണം. അങ്ങനെ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാവുന്നതിന് യാതൊരു വിധത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരിക്കില്ല. ഈ നെക്സ്റ്റ് പറയുന്നത് ഹി മസ്റ്റ് നോട്ട് ബി ആൻ ഇൻസോൾവെന്റ് ഓർ അപ്ലൈയിങ് ഫോർ അഡ്ജുഡിക്കേറ്റിംഗ് ആസ് ഇൻസോൾവെന്റ് ഇൻ എ കോമ്പീറ്റന്റ് കോർട്ട്. ഒരാളെ നിസ്വനായിട്ട് അല്ലെങ്കിൽ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ പാപ്പരായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയാൾ കോടതിയെ സമീപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ബേസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാവണം എന്നൊന്നുമല്ല. അയാൾ പാപ്പരാണ് എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ നെക്സ്റ്റ് പറയുന്ന he should not have been sentenced for an offense other than that of പൊളിറ്റിക്കൽ നേച്ചർ. രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾക്കല്ലാതെ ക്രിമിനലായിട്ടോ അല്ലെങ്കിൽ സിവിലായിട്ടോ ഒരാളെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആവാനായിട്ട് സാധിക്കില്ല. അപ്പൊ കോടതിയുടെ ഏതെങ്കിലും വിധത്തിലുള്ള ശിക്ഷാ നടപടികൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളല്ല, അതല്ലാത്ത ഏതെങ്കിലും കാരണങ്ങൾക്ക് കോടതിയുടെ ശിക്ഷാ നടപടികൾക്ക് വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഒരു കാരണവശാലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ് പറയുന്നത് ഹി ഷുഡ് നോട്ട് ബി ആൻ എംപ്ലോയി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർ ഓഫ് ദി ഫിനാൻസിംഗ് ബാങ്ക് ഓർ എനി അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ വിച്ച് ദ സൊസൈറ്റി ഈസ് എ ഫിനാൻസിംഗ് ബാങ്ക്. 3 കാര്യമാണ് പറഞ്ഞത്. ഒരു സംഘത്തില് ജോലിക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ സംഘങ്ങൾക്കും അത് ബാധകമല്ല. പിന്നെ എക്സ് സർവീസ്മെൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, നമ്മളുടേതുപോലെയുള്ള എഡ്യൂക്കേഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറയുന്നത് ആളുകൾ ഫോം ചെയ്യുന്നത് അവർക്ക് ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഈ പറയുന്ന പ്രൊവിഷൻ ബാധകമല്ല. എംപ്ലോയീസും മെമ്പേഴ്സും സെയിം ആകും. ഇപ്പൊ പെരിന്തൽമണ്ണ താലൂക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ജീവനക്കാരിയാണ്, അതേസമയത്ത് ഞാൻ ഈ സംഘത്തിന്റെ മെമ്പറുമാണ്. കാരണം ഞങ്ങളെ പോലുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ ജോലി സാധ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ അതേപോലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ ബാധകമല്ല. പക്ഷെ ബാങ്കുകളൊക്കെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജീവനക്കാര് ഒരു കാരണവശാലും കൊടുത്ത മെമ്പർ ആവാൻ പാടില്ല. അതേപോലെ തന്നെ അതിന്റെ ഫിനാൻസിംഗ് ബാങ്കിലും മെമ്പർ ആവാൻ പറ്റില്ല. അപ്പൊ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലോ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും മലപ്പുറം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലോ അതല്ല എങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലോ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല. കാരണം ഈ പ്രൈമറി സൊസൈറ്റിയുടെ ഫിനാൻസിംഗ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻസിംഗ് മറ്റൊരു സംഘം ഈ സ്ഥാപനത്തിന്റെ ഫിനാൻസിംഗ് ബാങ്ക് ആണെങ്കിലോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ജീവനക്കാരനായിട്ടുള്ള ഒരാൾക്ക് ആ സംഘത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അതിന്റെ ഫിനാൻസിംഗ് ബാങ്ക് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല. ഇനി മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സംഘം വേറൊരു സ്ഥാപനത്തിന്റെ ഫിനാൻസിംഗ് ബാങ്ക് ആണെങ്കിൽ അതിലും ഒരു കാരണവശാലും മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കില്ല. അതാണ് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇഫ് ഹി ഈസ് സർചാർജ്. നമ്മൾ പറഞ്ഞു മാൽ പ്രാക്ടീസസ്, ഫണ്ട് മിസ് അപ്രോപ്രിയേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ജീവനക്കാരൻ ആ സംഘത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് എന്നാണോ അയാളെ സർചാർജ് ചെയ്തത് എങ്കിൽ ആ ഡേറ്റ് മുതൽ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഒരു കാരണവശാലും അയാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല. പെർമനന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. എന്നാണ് അയാളെ സർചാർജ് ചെയ്തത് എങ്കിൽ ആ ഡേറ്റ് മുതൽ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഒരു കാരണവശാലും അയാൾക്ക് മെമ്പർഷിപ്പിന് യോഗ്യത ഉണ്ടായിരിക്കില്ല. അതാണ്
പ്രധാനപ്പെട്ട ഡിസ്ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആയിരിക്കണം, മെജോറിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ ബാങ്ക് സ്ഥാപനത്തിന്റെ അതായത് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അധികാര പരിധിയിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നതോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഉള്ളതോ അല്ലെങ്കിൽ അയാളുടെ സ്വന്തം പേരിൽ പ്രോപ്പർട്ടി ഉള്ളതോ ആയിരിക്കണം. പാപ്പരായിട്ട് പ്രഖ്യാപിച്ചതോ പ്രഖ്യാപിക്കാനായിട്ട് കോടതിയെ സമീപിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ആളായിരിക്കരുത്. ആ സംഘത്തിന്റെ പെയ്ഡ് എംപ്ലോയിയോ അല്ലെങ്കിൽ അതിന്റെ ഫിനാൻസിങ് ബാങ്കിന്റെ പെയ്ഡ് എംപ്ലോയിയോ ആയിട്ടുള്ള ഒരാളായിരിക്കരുത്. രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾക്കല്ലാതെ കോടതി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാളായിരിക്കരുത്. അതേപോലെ തന്നെ അയാൾ ഒരു കാരണവശാലും സർചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കരുത്. ഇത്രയും കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതായിട്ടുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് റൂൾ 16 and 20. Rule 16 and 20. Procedure for obtaining the membership in a cooperative society. സെക്രട്ടറിനെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ റോട്ടെന്ന് കാണുമ്പോൾ എനിക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മെമ്പർ ആവാനായിട്ട് സാധിക്കില്ല. ഒരാൾ മെമ്പർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളതാണ് റൂൾ 16 and 20 പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് he must have to apply in the prescribed form given by the cooperative society. ഏത് സംഘത്തിലാണ് ഒരാള് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ സംഘത്തിന്റെ നിശ്ചിത ആപ്ലിക്കേഷൻ ഫോം തെറ്റുകൂടാതെ പൂരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരാൾ മെമ്പർ ആവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും അവർ നിശ്ചിത മാതൃകയിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഫോം ഉണ്ടാവും അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പൊ നമ്മൾ ഏത് സംഘത്തിലാണ് മെമ്പർ ആവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ സംഘത്തിൽ പോയിട്ട് അവിടുന്ന് വാങ്ങിക്കുന്ന നിശ്ചിത മാതൃകയിലുള്ള ആപ്ലിക്കേഷൻ ഫോം തെറ്റുകൂടാതെ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ്ലി ഹി മസ്റ്റ് ഹാവ് ടു മേക്ക് പേയ്മെന്റ് such as admission fee and other fee as prescribed in the bylaw of the cooperative society. ഒരാള് മെമ്പർ ആവണമെങ്കിൽ ഒരു ഷെയറിന്റെ മൂല്യമെങ്കിലും അയാൾ നിർബന്ധമായിട്ടും അടച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പറയുന്നത്. 100 രൂപയുടെ ഷെയർ ഉണ്ടാവും, 1000 രൂപയുടെ ഷെയർ ഉണ്ടാവും, 10000 രൂപയുടെ ഷെയർ ഉണ്ടാവും. ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയില് ഒരു ഷെയറിനുള്ള മൂല്യം എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ എമൗണ്ട് നിർബന്ധമായിട്ടും അയാൾ മുൻകൂറായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിൽ അടച്ചിട്ടുണ്ടായിരിക്കണം. അത് മാത്രമല്ല അഡ്മിഷൻ ഫീസെന്നോ എൻട്രൻസ് ഫീസെന്നോ സബ്സ്ക്രിപ്ഷനോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരാൾ മെമ്പർ ആകുന്ന സമയത്ത് നിർബന്ധമായിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അത്രയും പേയ്മെന്റ്സ് നടത്തിയിട്ടുള്ളതിന്റെ ഒരു റെസിപ്റ്റ് കൂടി അയാൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ്ലി ഹിസ് അപ്ലിക്കേഷൻ മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദ ഗവേണിംഗ് ബോഡി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അയാൾ കൊണ്ടുപോയി അപ്ലിക്കേഷൻ കൊടുത്തു, ആവശ്യത്തിനുള്ള പേയ്മെന്റ് നടത്തിയത് കൊണ്ട് അയാൾ ഒരു കാരണവശാലും മെമ്പർ ആവില്ല. അയാളെ മെമ്പർ ആക്കണോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം എന്ന് പറയുന്നത് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിക്കാണ്. അതിന്റെ മുമ്പ് അത് ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ കുറെ നിയമങ്ങൾ പറഞ്ഞു, ഒരാളെ മെമ്പർ ആക്കണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗവേണിംഗ് ബോഡി ഈ പറയുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് അയാൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അയാളുടെ അപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കുള്ളൂ. അപ്പൊ അത് സൊസൈറ്റി അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഹി മസ്റ്റ് ഫോളോ ദ റൂൾസ് and regulations laid down in the act, rules and bylaw of the cooperative society. ഈ പറഞ്ഞിട്ടുള്ളതല്ലാതെ ഒരാൾ മെമ്പർ ആവണമെങ്കിൽ ആക്ട് റൂളും ബൈലോ അനുസരിച്ച് മറ്റെന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽ ആണ് മെമ്പർ ആവുന്നതെങ്കിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആപ്ലിക്കേഷൻ കൊടുക്കണം, നിശ്ചിത എമൗണ്ട് ഫീസ് അടച്ചിട്ടുള്ളതിന്റെ റെസിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡി അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ചിലപ്പോൾ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്
ഞാൻ പറഞ്ഞു 5 ടൈപ്പുള്ള മെമ്പർഷിപ്പ് ഉണ്ടാവാന്ന് പറഞ്ഞു. അതിലിപ്പോ ഇൻഡിവിജ്വലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് മെമ്പേഴ്സ് ആവാം, ഗവൺമെന്റിന് മെമ്പർ ആവാം, ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്ന് പറയുന്നവർക്ക് മെമ്പേഴ്സ് ആവാം. അതേപോലെ തന്നെ അതർ ബോഡി കോർപ്പറേറ്റ്സിന് മെമ്പേഴ്സ് ആവാം. അങ്ങനെ വേറെ ഏതെങ്കിലും നോൺ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അതർ ദാൻ ഇൻഡിവിജ്വൽ ആണ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവരുടെ ഗവേണിംഗ് ബോഡി മീറ്റിംഗിൽ ഇന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാന്ന് പറഞ്ഞിട്ട് അവർ അജണ്ട ഇട്ട് ഡിസ്കസ് ചെയ്തിട്ട് മിനിറ്റ്സിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള റെസൊല്യൂഷന്റെ ഒരു കോപ്പിയും കൂടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻഡിവിജ്വൽ ആണെങ്കിൽ അപ്ലിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. അതേസമയത്ത് ബോഡി കോർപ്പറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പുറമെ അവർ ഇന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു റെസൊല്യൂഷന്റെ കോപ്പിയും കൂടി നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഈ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗവേണിംഗ് ബോഡി വെദർ ടു ആക്സെപ്റ്റ് ദ മെമ്പർഷിപ്പ് ഓർ ടു റിജക്ട് ദ മെമ്പർഷിപ്പ്. ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അയാൾക്ക് മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതല്ല ഏതെങ്കിലും ചില പ്രത്യേക ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉള്ളത് കൊണ്ട് അയാളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന കാരണം ഉള്ളത് കൊണ്ട് ഈ മെമ്പർഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്ന ഇന്റിമേഷൻ നിർബന്ധമായിട്ടും കൺസേൺഡ് പാർട്ടിക്ക് അയച്ചിട്ടുണ്ടായിരിക്കണം. ഒരാളെ കാസ്റ്റിന്റെ പേരിലോ റിലീജിയന്റെ പേരിലോ അല്ലെങ്കിൽ വരുമാനത്തിന്റെ പേരിലോ ഒന്നും തന്നെ ഒരാൾക്ക് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് റിജക്ട് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എന്തൊക്കെ കാരണം കൊണ്ട് റിജക്ട് ചെയ്യാന്ന് പറഞ്ഞതിലൊന്നും കാസ്റ്റ്, അതല്ലെങ്കിൽ റിലീജിയൻ, അയാളുടെ ഇൻകം, അതല്ലെങ്കിൽ അയാളുടെ ഏജ് എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഒരാൾക്കും മെമ്പർഷിപ്പ് അവഗണിക്കാനായിട്ട് പാടില്ല. ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് പറയില്ല, എന്നാലും വേറെ കാരണങ്ങൾ പറഞ്ഞിട്ടൊക്കെ ആപ്ലിക്കേഷൻ ഫോം സ്വീകരിക്കാതെ അങ്ങനെ പെൻഡിങ്ങിൽ വെക്കും. അങ്ങനെ 60 ദിവസം കഴിഞ്ഞിട്ടും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെ അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അയാൾക്ക് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പെറ്റീഷൻ കൊടുക്കാം. അങ്ങനെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ അതിന്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ഗെറ്റിംഗ് മെമ്പർഷിപ്പ് ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ബാക്കി നാളെ. താങ്ക് യു.